നമസ്കാരം. പർക്കാട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തൃക്കയിൽ മഹാദേവ ക്ഷേത്രം അഥവാ കത്തിയമ്പലമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ ആദിശങ്കരന്റെ ജന്മനാടായ കാലടിക്ക് അടുത്തുള്ള മറ്റൂർ എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ മഹാദേവ ക്ഷേത്രമാണ് തൃക്കയിൽ മഹാദേവ ക്ഷേത്രം അഥവാ കത്തിയമ്പലം. കാലടിക്ക് അടുത്തുള്ള മറ്റൂരിൽ നിന്നും ഉദ്ദേശം 500 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാലും നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 5.5 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാലും എയർപോർട്ട് റോഡരികിലുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മറ്റൂർ തൃക്ക ശ്രീ മഹാദേവ ക്ഷേത്രം അഥവാ കത്തിയമ്പലം ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിനു ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. തൃക്കയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം അഥവാ കത്തിയമ്പലം. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആദിശങ്കരൻ്റെ ജന്മനാടായ കാലടിക്ക് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിശങ്കരൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്കും പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനും ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കും. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി വാണരുളുന്ന മഹാദേവനാണ്. മഹാദേവന് കൂടാതെ പ്രധാന ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശിവലിംഗത്തറയിൽ മഹാഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട്. അതുകൂടാതെ പ്രധാന ശ്രീകോവിലിന് പുറത്ത് വലതുവശത്തായി കിഴക്കോട്ട് ദർശനമായി ബ്രഹ്മരക്ഷസിന്റെ ഒരു പ്രതിഷ്ഠയുമുണ്ട്. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ. തൃക്കയിൽ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിലെ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കും ഈ ക്ഷേത്രത്തിനും ഉപപ്രതിഷ്ഠയ്ക്കും വളരെയേറെ പ്രത്യേകതകളാണുള്ളത്. പ്രധാന ശ്രീകോവിലിലെ ശിവലിംഗത്തിന് മറ്റ് ശിവക്ഷേത്രങ്ങളിലെ ശിവലിംഗത്തെക്കാൾ അസാമാന്യ വലിപ്പമാണുള്ളത്. അതുകൂടാതെ ഈ ശിവലിംഗത്തിന് നെടുകെ വെട്ടിയ ഒരു പാടുമുണ്ട്. എങ്ങനെയാണ് ഈ ശിവലിംഗത്തിന് നെടുകെ വെട്ടിയ ഒരു പാടുണ്ടായത്? എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് കത്തിയമ്പലം എന്ന് പേരുണ്ടായത്? ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയായ ബ്രഹ്മരക്ഷസിന്റെ പ്രത്യേകത എന്താണ്? ജാതിമത ഭേദമന്യേ ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തുന്നത് എന്തുകൊണ്ടാണ്? തൃക്കയിൽ കത്തിയമ്പലത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക്. പുണ്യപുരാതനമായ തൃക്കയിൽ മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പെരുമ കൊണ്ടും വിസ്തൃതി കൊണ്ടും സമ്പൽ സമൃദ്ധി കൊണ്ടും ഒരു മഹാക്ഷേത്രമായിരുന്നു. പിന്നീട് AD 1795 ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഈ മഹാക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു. കൂടാതെ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ട സമയത്ത് ക്ഷേത്ര ജീവനക്കാരെയെല്ലാം ടിപ്പുവിന്റെ പടയാളികൾ ആക്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി പേടിച്ച് ശ്രീകോവിലിനുള്ളിൽ അഭയം പ്രാപിച്ചു. ടിപ്പുവിന്റെ പടയാളികൾ ശിവലിംഗം നശിപ്പിക്കാതിരിക്കാൻ അദ്ദേഹം ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു കിടന്നു. പടയാളികൾ എത്ര ശ്രമിച്ചിട്ടും മേൽശാന്തി ശിവലിംഗത്തിൽ നിന്നും പിടിവെട്ടില്ല. ഒടുവിൽ ദുഷ്ടന്മാരായ പടയാളികൾ ശ്രീകോവിലിനകത്ത് വെച്ച് വാളുകൊണ്ട് മേൽശാന്തിയെയും ശിവലിംഗത്തെയും ചേർത്ത് വെട്ടി. ആ വെട്ടലിൽ ശിവലിംഗത്തിന് നെടുകെ ഒരു പാട് രൂപപ്പെടുകയും മേൽശാന്തി കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നീട് ടിപ്പുവിന്റെ പടയാളികൾ ഈ ക്ഷേത്രം കൊള്ളയടിക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. അങ്ങനെ ഈ ക്ഷേത്രം കത്തിയമ്പലം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്നും ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പുരാതന ക്ഷേത്രത്തിന്റെ നിർമ്മാണ അവശിഷ്ടങ്ങൾ കാണാവുന്നതാണ്. പിന്നീട് ഈ ക്ഷേത്രം പുനർനിർമ്മാണം നടത്തുവാൻ തീരുമാനിച്ചു. എന്നാൽ അടിക്കടി നിരവധി തടസ്സങ്ങളാണ് നേരിടേണ്ടി വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ശ്രീകോവിലിനകത്ത് വെച്ച് വധിക്കപ്പെട്ട മേൽശാന്തിയുടെ ആത്മാവിനെ ബ്രഹ്മരക്ഷസായി പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചു. 1801 ക്ഷേത്ര പണികൾ പൂർത്തിയാക്കി പ്രതിഷ്ഠാ കലശവും നടത്തി. അങ്ങനെ ആ ബ്രഹ്മരക്ഷസിനെ ഉപപ്രതിഷ്ഠയായി ഈ ക്ഷേത്രത്തിൽ കുടിയിരുത്തുകയും ചെയ്തു. ഈ ബ്രഹ്മരക്ഷസിന് പാൽപായസം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സർവ്വബാധാദോഷങ്ങളും ആഭിചാര ദോഷങ്ങളും അകലും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ജാതിമത ഭേദമന്യേ നിരവധി ഭക്തജനങ്ങളാണ് ഈ ബ്രഹ്മരക്ഷസിന് പാൽപായസം വഴിപാടായി സമർപ്പിക്കുന്നത്. ശാന്തിക്കാരനായ പൂജാരിയായിരുന്ന ആളുടെ ഒരാത്മാവ് നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം ഗതി കിട്ടാതെ അലഞ്ഞു നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ ബ്രഹ്മരക്ഷസായിട്ട് അത് ഈ നാട്ടിൽ വലിയ ദുരനുഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നടന്ന അഷ്ടബന്ധ പ്രശ്നവിധി പ്രകാരം ആ ബ്രഹ്മരക്ഷസിനെ ഇവിടെ കുടിയിരുത്തണം എന്നാണ് കണ്ടത്. അത് പ്രകാരമാണ്
ഇവിടെ ആ ബ്രഹ്മരക്ഷസിനെ 60 നടന്ന കലശത്തോടനുബന്ധിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പം അന്ന് മുതൽ ആ ബ്രഹ്മരക്ഷസിന് പ്രത്യേക പൂജകളും എന്നാൽ ആ ബ്രഹ്മരക്ഷസിന് മറ്റ് മൂർത്തികൾക്കുള്ളതുപോലെ ദിവസവും പൂജ ചെയ്യാൻ പാടില്ല എന്നാണ് തന്ത്രവിധി. അതെന്തുകൊണ്ടെന്നാൽ ഒരു ദിവസം പൂജ കഴിക്കുമ്പോൾ ചൈതന്യവും ശക്തിയും വർദ്ധിക്കുകയാണ്. ഈ ബ്രഹ്മരക്ഷസിന് ഒരിക്കലും ശക്തി വർദ്ധിക്കാൻ പാടില്ല. ഈ വേട്ടേക്കാരനൊക്കെ ഇല്ലേ, വേട്ടേക്കാരൻ്റെ മുമ്പിൽ ഇങ്ങനെ ചന്ദനമുട്ടി ഓങ്ങും, എന്തിനാ? ശക്തി കുറയ്ക്കാൻ, രൗദ്രം കുറയ്ക്കാൻ. അതുപോലെ ഈ ബ്രഹ്മരക്ഷസിൻ്റെ ശക്തി വർദ്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തന്ത്രി പറഞ്ഞത് ദിവസവും പൂജ പാടില്ല. ഏതെങ്കിലും പ്രത്യേക നേർച്ച പ്രകാരം ആരെങ്കിലും വഴിപാട് കൊണ്ടുവന്നാൽ പാൽപ്പായസമാണ് പ്രധാന വഴിപാട്. ആ പാൽപ്പായസം കഴിക്കുകയല്ല, നിത്യപൂജ വേണ്ട എന്നാണ് വിധി. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു മഹാശക്തിയായ, ഒരു ചൈതന്യധന്യമായ ഒരു സിദ്ധി ആ മൂർത്തിക്ക്, ബ്രഹ്മരക്ഷസിന് ഉണ്ട് എന്നാണ്. അപ്പം അത് വിജാതീയരായ ഒരുപാട് പേർ ഉൾപ്പെടെ ആ ബ്രഹ്മരക്ഷസിന് വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നും വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും മാസത്തിലൊരു 10 ദിവസമെങ്കിലും മിക്കവാറും വഴിപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 60 കലശം, അഷ്ടബന്ധ കലശം നടത്തിയതിന് ശേഷം അശ്രദ്ധ കൊണ്ടോ അലംഭാവം കൊണ്ടോ താല്പര്യക്കുറവ് കൊണ്ടോ ആരും അതിന് മുൻകൈയെടുത്തില്ല, നടന്നില്ല. പിന്നീട് 2018 ഞാൻ ഈ അഷ്ടബന്ധ കലശം വീണ്ടും നടത്തിയത്. അത് നവംബർ 19 ആയിരുന്നു കലശം. അപ്പോൾ 12 മുളയിട്ട് 7 ദിവസത്തെ കലശമായിട്ട് 19 കലശം നടത്തി. അന്നും അഷ്ടബന്ധ കലശം നടത്തിയപ്പോൾ ഇപ്പോഴത്തെ ഈ ബ്രഹ്മരക്ഷത്തിൻ്റെ സ്ഥിതി അതേപടി തുടരണമെന്നും ഒരു വ്യത്യാസവും വരുത്തേണ്ടതില്ല എന്നുമാണ്. അതുപോലെ അകത്ത് ഒരു ഗണപതി വിഗ്രഹം, ഈ ശിവൻ്റെ ബിംബത്തിന് തൊട്ട് തന്നെ ആ പീഠത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതും ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ. വേറെ പീഠമില്ല, വേറെ സ്ഥാനങ്ങളൊന്നുമില്ല. ആ ഗണപതിക്ക് ഹോമം നടത്തുന്നതും ഈ അമ്പലത്തിലെ ഒരു പ്രത്യേകത എന്ന നിലയിൽ മുഖമണ്ഡപത്തിലാണ്. ഈ മുഖമണ്ഡപത്തിൽ അങ്ങനെ ഗണപതി ഹോമം നടത്തുന്ന ക്ഷേത്രങ്ങളും വളരെ വിരളമാണ്. ഒന്നുകിൽ തിടപ്പള്ളി, അല്ലെങ്കിൽ വലിയമ്പലം, അല്ലെങ്കിൽ ചുറ്റമ്പലത്തിലെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും ഗണപതി ഹോമം. ഇവിടെ അത് ഈ അകത്ത് തന്നെയാണ് നടത്തുന്നത്. അതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യമാണ്. ഒരുപാട് സൗകര്യങ്ങൾ ഇനിയും വരുത്താനുണ്ട്. ഇപ്പോൾ ജീർണിച്ച് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് നല്ല രീതിയിലാക്കുകയും ക്ഷേത്രത്തിന് കൂടുതൽ ചൈതന്യം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ആത്മീയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണിപ്പോൾ. അപ്പോൾ അതിപ്പോൾ ഒരു സിംഗിൾ മാനേജ്മെൻറ്റിനെ കൊണ്ടോ ഒരു വ്യക്തിയെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രസ്ഥാനത്തെ കൊണ്ടോ കഴിയാത്ത സ്ഥിതിക്ക് മുഴുവൻ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടി ഈ ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ സാകല്യേനയുള്ള പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രധാന ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി വണരുളുന്ന മഹാദേവൻ പകുതി ശാന്തസ്വരൂപനായും പകുതി രൗദ്രഭാവത്തിലുമാണ് ഇവിടെ കുടികൊള്ളുന്നത്. മഹാദേവന്റെ ഇഷ്ട വഴിപാടാണ് ധാര. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഭക്തജനങ്ങൾ മഹാദേവന് ജലധാര, ക്ഷീരധാര, ഇളനീർധാര എന്നിവ വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക വഴിപാട് ഇവിടെ ശിവന് ധാര, കൂട്ടുപായസം, വെള്ള നിവേദ്യം, പാൽപ്പായസം, പിന്നെ കടുംപായസം, പിന്നെ ഉഷപൂജയ്ക്ക് അവൽ മലർ നിവേദ്യം, പഴം നിവേദ്യം, പിന്നെ ഗണപതി ഹോമം ഉണ്ടാവും, മൃത്യുഞ്ജയ ഹോമം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകളാണ് ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മരക്ഷസിൻ്റെ പാൽപ്പായസമാണ്. അത് ഈ പഴയ കാലം തൊട്ടുള്ള ക്ഷേത്രങ്ങളിൽ കുടുംബരക്ഷസാണിത് തൊട്ടപ്പുറയുള്ളത്. അതിന് പാൽപ്പായസമാണ് ഇവിടെ വഴിപാട്ട് കൊടുക്കുന്നത്. ഇവിടെ തൊട്ടപ്പുറം ഈ മനയുടെ തന്നെ ഉടമസ്ഥയിലുള്ള ഒരു രക്ഷസാണത്. ഇവിടെ ശനി, തിങ്കൾ ശിവന് പ്രധാനപ്പെട്ട ദിവസം ശനി, തിങ്കളാണ്. ആ 2 ദിവസമാണ്. പിന്നെ ഞായറാഴ്ച ഇതുപോലെ അവധി ലീവൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇതുപോലെ വന്ന്
അടുത്ത ക്ഷേത്രമാണ് തൊഴിലിരുന്നത്. പ്രദോഷം 2 പ്രദോഷമാണ് ഇവിടെ ആചരിക്കുന്നത്. അതായത് ശിവന് അതായത് ഐശ്വര്യം സമൃദ്ധിക്കും മറ്റ് അരിഷ്ടതകൾ മാറാനും കുടുംബത്തിന് ഐശ്വര്യം സമ്പത്തും അപൂർത്തി വരുന്നതിനും നല്ലതായ ഒരു കാര്യമാണ് പ്രദോഷം എന്നാണ് പറയുന്നത്, കേട്ടിട്ടുള്ളത്. നിലവിൽ ദാരിദ്ര്യം മാറാൻ വേണ്ടിയുള്ള ഒരു പൂജയാണ് പറയുന്നത് പ്രദോഷ പൂജ. അത് ഇവിടെ 2 പ്രദോഷം ഞങ്ങൾ ആചരിച്ച് വരുന്നുണ്ട്. ഇവിടെ ഭക്തർ പങ്കെടുക്കുന്നുണ്ട്, പ്രസാദം കൊടുക്കുന്നുണ്ട്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പ്രധാന ശ്രീകോവിലിന് അഭിമുഖമായി നമസ്കാര മണ്ഡപത്തിൽ ശിവവാഹനമായ നന്ദികേശന്റെ പ്രതിഷ്ഠ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ കത്തി അമ്പലത്തിൽ നന്ദികേശൻ ഇല്ല എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേത്ര ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിൽ വച്ചാണ് ഇവിടെ ഗണപതി ഹോമം നടത്തുന്നത് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. പണ്ട് കാലത്ത് പഴമക്കാർ പറയുന്ന ഒരു സംഭവ കഥയുണ്ട്. അതിങ്ങനെയാണ്. രാത്രികാലങ്ങളിൽ ഈ ക്ഷേത്രത്തിനും ക്ഷേത്ര പറമ്പിനും ചുറ്റുമായി ഒരു വെള്ളക്കാള ഓടുന്നത് കാണാമായിരുന്നത്രേ. ആ വെള്ളക്കാള നന്ദികേശനാണെന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. പക്ഷെ ഞാൻ എന്നും ഈ കത്തി അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം എൻ്റെ മോൾക്ക് ജോലിയുടെ അവൾ UK-ലാണ് ജോലി ചെയ്യുന്നത്. അതിന് ചെറിയൊരു സ്ഥിരമാവാൻ ചെറിയൊരു തടസ്സം വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ അവൾക്കത് സ്ഥിരമായിട്ട് കിട്ടി. എനിക്കിവിടെ ഈ ഭഗവാനിൽ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ പറ്റുന്ന ശനിയാഴ്ചകളിൽ മുഴുവനും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും വന്ന് ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കണം. മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരും. ഞാൻ ഈ തൃക്കയിൽ അമ്പലത്തിൽ വരാൻ തുടങ്ങിയിട്ട് ജനിച്ചപ്പോൾ വരാറുണ്ട്. ഈ അമ്പലം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേകത അനുഭവപ്പെടും. നമുക്ക് എക്സാം ആയാലും നമുക്ക് എന്ത് പ്രശ്നമായാലും നമുക്ക് ഇവിടെ വന്ന് ഭഗവാന്റെ അടുത്ത് പറയുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ആശ്വാസമായാലും നമുക്ക് ലഭിക്കും. എക്സാം ബന്ധപ്പെട്ടാണ് ഞാൻ ഈ അടുത്ത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സാമിന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ലഭിക്കും. ഈ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ച് തരാനും ഒക്കെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഒരു തോന്നൽ. ഭക്തി കൊണ്ട് ഗുണങ്ങൾ മാത്രമുള്ളൂ. ഞാൻ വളരെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്താൽ വിശ്വാസത്തിലായിരുന്നില്ല. കാര്യമായിട്ടും 27 വയസ്സിൽ മുതലാണ് വിശ്വാസത്തിലെത്തിയത്. അന്ന് മുതൽ ശക്തമായ ഒരു വിശ്വാസിയാണ്. നമ്മൾ എന്ത് വിചാരിച്ചാലും നടക്കും ഭഗവാനെ വിചാരിച്ചാൽ. ഭഗവാനാണ് നമുക്കുള്ളത്. ഇപ്പം ശിവനാണ് നമ്മുടെ കൂടെ. അല്ലാണ്ട് എന്ത് ആവത്ത് വന്നാലും എന്ത് വന്നാലും അങ്ങനെ തള്ളിക്കളയും. ഇവിടെ ഇളയ മോക്ക് ജോലി കിട്ടണം. UK-യിൽ പഠിക്കാണ്. അപ്പം ജോലി കിട്ടിയില്ല നമുക്ക് തിരിച്ചു വരണം. പിന്നെ അവിടെ വിസ കൊടുക്കില്ലടാ. അങ്ങനെ അവൾ സങ്കടപ്പെട്ട് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നത്തെ അയച്ചത് ഇപ്പം കഴിഞ്ഞ ഒരു കൊല്ലമാകുമ്പോൾ ജോലി കിട്ടിയൊക്കെ അവൾ ഏതൊരു ഓഫീസർ അവിടുത്തെ സർക്കാർ കിട്ടി. നല്ല ജോലിയാണ്. ഇത് ഒരു പുണ്യപുരാതനമായ ക്ഷേത്രമാണ്. കുറേ വർഷത്തെ പഴക്കമുണ്ട്. ഇവിടെ വന്ന നമുക്ക് ശിവൻ എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന മൂർത്തിയാണ്. എല്ലാ ശനിയാഴ്ചയും 1000 കൂടെ ശനിയാഴ്ച ധാര നടത്തുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാം കൊണ്ടും നല്ല പോസിറ്റീവ് എനർജി ആയിരുന്ന ഒരു അമ്പലമാണ്. മറ്റൂർ തൃക്കയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം നടത്താറില്ല. ശിവരാത്രിയാണ് പ്രാധാന്യമായി കണക്കാക്കുന്നത്. ശിവരാത്രി നാളിൽ നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ശിവരാത്രി ദിനത്തിൽ നിരവധി ശുദ്ധിക്രിയകളും 1000 കുടം ധാര ഉൾപ്പെടെ നിരവധി അഭിഷേകങ്ങളും കലശങ്ങളും ഹോമങ്ങളും ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. നിരവധി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ കത്തി അമ്പലത്തെ പഴയ പ്രൗഢിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമത്തിലാണ് ഈ ക്ഷേത്ര ഭാരവാഹികളും ഭക്തജനങ്ങളും. കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകൾ ക്ഷേത്രം മന്ദീഭവിച്ച് കിടന്നിരുന്നെങ്കിലും ഇപ്പോൾ യോഗക്ഷേമ സഭയും ഭക്തജനങ്ങളുടെയും സഹകരണത്തോടുകൂടി വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കുറേ നടന്നിട്ടുണ്ട്. ചുറ്റുമതിലിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. തടപ്പള്ളി ചെറിയ തോതിൽ നവീകരിക്കപ്പെട്ടു. ഇനി ഒരു നടപ്പന്തലിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കാൻ ആയിട്ട് ആരംഭിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ നിത്യനിദാന ചടങ്ങുകൾ കൂടാതെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഇന്നിവിടെ ചെയ്തു വരുന്നത് പ്രദോഷ പൂജയാണ്. ഓരോ മാസത്തിലും 2 തവണ വീതം വരുന്ന പ്രദോഷ പൂജകളിൽ പങ്കെടുക്കുന്നവർക്ക് നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന എല്ലാ വിധത്തിലുള്ള അനിഷ്ടങ്ങളും എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറി ഐശ്വര്യം
അവരുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. ചരിത്രപരമായി വളരെയധികം പ്രത്യേകതകളുള്ള കാലടിയിലെ പ്രശസ്തമായ ഒരു ശിവക്ഷേത്രങ്ങളിലൊന്നാണ് മറ്റൂർ തൃക്കൽ ശിവക്ഷേത്രം എന്നുള്ളതാണ് വളരെ പ്രാധാന്യം. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നിരവധി ആക്രമണങ്ങൾക്ക് സാക്ഷിയാവേണ്ടി വന്ന ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണിത്. അതിനുശേഷം നിരവധി കാലമായി തകർച്ചയിലായിരുന്ന ക്ഷേത്രം ഈ അടുത്ത കാലത്തായി യോഗക്ഷേമ സഭ ഏറ്റെടുക്കുകയും 2018 മുതൽ യോഗക്ഷേമ സഭയും അതുപോലെ ഒപ്പം തന്നെ ഭക്തജനങ്ങളുടെയും സഹകരണം കൊണ്ട് വളരെ ഭംഗിയായി ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കും. കുറച്ചധികം നാളുകളായിട്ട് തന്നെ അമ്പലം വേണ്ട രീതിയിൽ ജനശ്രദ്ധ നേടാതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി നാട്ടുകാരുടെയും ഞാൻ ഒക്കെ ഉൾപ്പെടുന്ന യോഗക്ഷേമ സഭയുടെയും മറ്റും നേതൃത്വത്തിൽ ഈ ക്ഷേത്രത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി മഹാദേവന് വിശേഷാൽ ദിവസങ്ങളായിട്ടുള്ള സമയങ്ങളിൽ ഇവിടെ പ്രത്യേകതരം പൂജകളും മറ്റു കാര്യങ്ങളും നടത്തി വരുന്നുണ്ട്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ശിവരാത്രി ദിവസം തന്നെയാണ്. കഴിഞ്ഞ ശിവരാത്രി ദിവസത്തിൽ തലേ ദിവസം ശുദ്ധിക്രിയകളും ശിവരാത്രിയുടെ അന്ന് മഹാഗണപതി ഹോമവും അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമവും നടത്തി. കൂടാതെ കലശാഭിഷേകം തുടങ്ങിയ നവീകരണ കാര്യങ്ങളും ചെയ്തു പോന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ക്ഷേത്രത്തിൻ്റെ ശക്തിയും അതോടൊപ്പം അഭിവൃദ്ധിയും വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണുന്നുണ്ട്. ജനശ്രദ്ധ ആകർഷിച്ചു വരുന്നു. ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് നിത്യേന കൂടി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന വലിയ കാര്യങ്ങളാണ്. പുരാതന കാലത്ത് ഏറെ പ്രൗഢിയോടെ നിലനിന്നിരുന്ന ഈ മഹാക്ഷേത്രത്തിലെ മഹാദേവന്റെ പ്രൗഢിക്കും സർവ്വ ഐശ്വര്യത്തിനും ഇന്നും യാതൊരു കുറവും വന്നിട്ടില്ല. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഈ തൃക്കയിൽ മഹാദേവൻ ഈ നാടിൻ്റെയും ജനങ്ങളുടെയും സംരക്ഷകനാണ്. ഈ തൃക്കയിൽ മഹാദേവന്റെ അനുഗ്രഹവും മഹാദേവന്റെ ക്രോധം കുറച്ച് മഹാദേവന്റെ മടിയിൽ എന്ന പോലെ ഇരിക്കുന്ന മഹാഗണപതിയുടെ അനുഗ്രഹവും മഹാദേവന്റെ പരമഭക്തനായ ബ്രഹ്മരക്ഷസിന്റെയും സർവ്വ അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും ജൈത്രയാത്ര തുടരുന്നു. പറക്കാട്ട് ജുവൽസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി